ദുഃഖ്രാന ഞായർ പ്രവൃത്തി ദിനമാക്കിയത് പിൻവലിച്ചു. ക്രൈസ്തവരുടെ വികാരം മാനിച്ച് നടപടി സ്വീകരിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിനന്ദനങ്ങൾ. കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമായ ജൂലൈ 3. ഇത്തവണ കടമുള്ള ദിനങ്ങളായ ദുഃഖ്രാനയും ഞായറും ഒരേ ദിവസമാണ് വരുന്നത്. കൂടാതെ വിശുദ്ധ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 19ാം ശതോത്തര ജൂബിലിയുമാണ് ഈ വർഷത്തെ ദുഃഖ്രാന തിരുനാൾ ദിനം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ദുഃഖ്രാന തിരുനാളും അതുപോലെ ഞായറാഴ്ചകളിലെ ദിവ്യബലി അർപ്പണവും. അതിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതായിരുന്നു ജൂൺ 29 പുറപ്പെടുവിച്ച പൊതുമരാമത്ത് ഭരണവിഭാഗത്തിന്റെ ഉത്തരവ്. ഫയലുകൾ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി ദുഃഖ്രാന ഞായർ വകുപ്പിലെ എല്ലാ ജീവനക്കാരും ജോലിക്ക് വരണം എന്നായിരുന്നു നിർദ്ദേശം. വളരെ ആവേശപൂർവ്വം തിരുനാളിന് ഒരുങ്ങുകയായിരുന്ന ക്രൈസ്തവർക്ക് അതീവ വേദനയുണ്ടാക്കിയ തീരുമാനമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഉണ്ടായത്. വളരെ വേദനയുടെയും വികാരപരവുമായാണ് ക്രൈസ്തവർ ഈ തീരുമാനത്തോട് പ്രതികരിച്ചത്. വലിയ പ്രതിഷേധമാണ് വിവിധ ക്രൈസ്തവ സംഘടനകളിൽ നിന്നും ഉയർന്നത്. ഈ വിഷയത്തെ ഷെക്കേന ന്യൂസ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ജൂലൈ 3 പ്രാധാന്യം വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടില്ലായിരിക്കാം. എന്നാൽ ക്രൈസ്തവരുടെ വികാരം മനസ്സിലാക്കിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജൂലൈ 3 പ്രവൃത്തി ദിനമാക്കിയ നടപടി പൊതുമരാമത്ത് വകുപ്പ് പിൻവലിച്ചു. ക്രൈസ്തവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ പ്രസ്തുത ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയ മന്ത്രി റിയാസിന്റെ ആർജവത്തെ അഭിനന്ദിക്കുകയാണ്. മന്ത്രിയുടെ ഈ നടപടിയെ കേരളത്തിലെ ക്രൈസ്തവർ വളരെ ആനന്ദത്തോടെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയുമാണ് സ്വീകരിക്കുന്നത്. മന്ത്രിയുടെ ഈ നടപടി മറ്റു വകുപ്പുകളും മാതൃകയാക്കേണ്ടതാണ്. ഭാവിയിൽ മതവിശ്വാസികളുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകാതിരിക്കുവാൻ അധികാരികൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ക്രൈസ്തവരുടെ വികാരം മാനിച്ച് സത്വര നടപടി സ്വീകരിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.